നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണം കട്ടവനാര് എന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരമായിട്ടില്ല. അറസ്റ്റിലായവർ അകത്താണ്. ആർക്കും ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അതിനിടെ മറ്റൊരു സ്വർണ്ണക്കഥ കാര്യം തന്നെ ഉണ്ടായത് തൃശ്ശൂരിൽ നിന്നാണ്. സ്വർണ്ണക്കപ്പ് തട്ടിയെടുത്ത കാര്യമാണ്. തട്ടിയെടുത്തു എന്നാണോ റാഞ്ചി കൊണ്ടുപോയോ എന്നാണോ പറയേണ്ടത്? എന്തായാലും കൊണ്ടുപോയത് 117.5 പവൻ സ്വർണമാണ്. ഇന്നത്തെ മാർക്കറ്റ് വില പ്രകാരമാണെങ്കിൽ പണിക്കൂലി ഇല്ലാതെ 1,25,53,700 രൂപയാണ് വില. റാഞ്ചിയത് സ്വർണ്ണക്കപ്പാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയിച്ച ജില്ലയ്ക്ക് സമ്മാനിച്ച സ്വർണ്ണക്കപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 117.5 ഗ്രാം സ്വർണ്ണ തൂക്കമുള്ള കപ്പ്. സ്വർണം കടത്തിക്കൊണ്ടുപോയത് കണ്ണൂരുകാരാണ്. തെറ്റിദ്ധരിക്കരുത്, കണ്ണൂരിലെ കുട്ടികളാണ്. അവർ കലോത്സവത്തിൽ ജില്ലയ്ക്കായി 1028 പോയിന്റുകൾ നേടി 1ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണത്തെ വിജയികളായ തൃശ്ശൂരിനേക്കാൾ 5 പോയിന്റ് അധികം നേടിയാണ് കണ്ണൂർ കപ്പടിച്ചത്. വഞ്ചിപ്പാട്ട് പാടിയാണ് അവർ വള്ളപ്പാട് കടന്ന് എന്ന പോലെ വിജയിച്ചത്. കലോത്സവത്തിൽ സംസ്ഥാന തലത്തിൽ വിജയിച്ചവർക്ക് മാത്രമല്ല, പങ്കെടുത്തവർക്കും സ്കൂൾ തലം മുതൽ ഈ ഉത്സവ മഹോത്സവത്തിൽ പങ്കുചേർന്ന സകലർക്കും, സംഘാടകരായ അധ്യാപകർക്കും അനധ്യാപകർക്കും സകലർക്കും അഭിനന്ദനം. ഈ കലോത്സവത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. കലോത്സവത്തിൽ രാഷ്ട്രീയം കലർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ തുടങ്ങിയ രാഷ്ട്രീയ പകർച്ച. 3 മാസമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിനാൽ കലോത്സവ വേദിയിലും രാഷ്ട്രീയം വന്നു. കക്ഷി രാഷ്ട്രീയം പാർട്ടികളുടെ പേര് പറഞ്ഞായിരുന്നില്ല, പക്ഷേ പറയാതെ പറയുന്നതിലാണല്ലോ കാര്യം. തുടങ്ങി വെച്ചത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ കുട്ടികളോട് ജാതി, മതം, വർഗം, വർണ്ണം, രാഷ്ട്രീയം പറഞ്ഞു. അത് അസ്ഥാനത്തായി പോയി എന്ന് ആർക്കും തോന്നി. സഹായികൾ എഴുതി തയ്യാറാക്കി കൊടുത്ത പ്രസംഗം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും അത് തോന്നിയിട്ടുണ്ടാകണം, വേണ്ടായിരുന്നു എന്ന്. അതേ വേദിയിൽ തൃശ്ശൂരിന്റെ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിൽ രാഷ്ട്രീയം പറയാതെ കലയും കലാലയങ്ങളും കലാകാരന്മാരും വിഷയമാക്കിയപ്പോൾ വേണ്ടായിരുന്നു എന്ന തോന്നൽ പിന്നെയും കൂടിക്കാണണം. സുരേഷ് ഗോപി കലാകാരനാണല്ലോ, നടൻ, ഗായകൻ, മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ. അതാണ് അവർ തമ്മിലുള്ള, അവരുടെ സമീപനങ്ങൾ തമ്മിലുള്ള അന്തരം. എന്നാൽ കലോത്സവത്തെ രാഷ്ട്രീയ വേദിയാക്കാൻ തീരുമാനിച്ചുറച്ച സംസ്ഥാന സർക്കാർ അതുമായി മുന്നോട്ട് പോയി. വിദ്യാർത്ഥികളുടെ കലകൾക്കും വിദ്യാർത്ഥികളായ കലാകാരന്മാർക്കും കിട്ടുന്നതിനേക്കാൾ പ്രാധാന്യം സ്വയം ഏറ്റെടുക്കാൻ മന്ത്രിമാരുടെ മത്സരമായിരുന്നു എന്ന് തോന്നുന്നതായി മന്ത്രിമാരുടെ PR വർക്കുകളെന്ന് ആക്ഷേപമുണ്ട്. സമാപന വേദിയിൽ മന്ത്രിസഭ തന്നെ കൂടാൻ പാകത്തിൽ മന്ത്രിമാർ നിറഞ്ഞു കവിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, വനം വകുപ്പ് മന്ത്രി, മുഖ്യ പ്രഭാഷകനായി നിയമസഭാ സ്പീക്കറും. ശരിയാണ്, കലോത്സവം അടുക്കുമ്പോൾ ആ വേദിയിൽ കലാമേളയുടെ മൂലയിൽ എവിടെയെങ്കിലും എത്തിച്ചേരുക എന്ന മോഹം കലയുടെ ആഭിമുഖ്യമുള്ള ആർക്കും തോന്നാം. സ്വാഭാവികം. പക്ഷെ മന്ത്രിമാരുടെ കലാപരിപാടികൾ കുറച്ച് കടന്നുപോയില്ലേ എന്ന് ആർക്കും തോന്നാം. എന്നാൽ കണ്ണൂറുകാർ സ്വർണ്ണക്കപ്പ് കൊണ്ടുപോയപ്പോൾ കലയുടെ സ്വർണ്ണക്കപ്പ് ഉയർത്തിയത് ദ കംപ്ലീറ്റ് ആക്ടറായ നടൻ മോഹൻലാലാണ്.